എനിക്ക് വിജയം തരുന്ന ആദർശം, നിങ്ങൾക്ക് വിജയം തരുന്ന ആദർശം, ലോക സമൂഹത്തിന് വിജയം തരുന്ന ആദർശം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നമ്മുടെ ഹബീബ് പറഞ്ഞു പോയത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവൻ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ കേവലം നാവ് കൊണ്ട് പറഞ്ഞ ഉദ്ദേശമാണോ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അതാണോ റസൂലുള്ള ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് തസ്ദീഖൻ ബിഖൽബിഹി, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ അതേ സത്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ഘോഷിച്ചവനാരോ അവന് പടച്ച റബ്ബ് പകരം കൊടുക്കുന്നത് സ്വർഗ്ഗമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഇടവഴിയിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ മാത്രം പറഞ്ഞു പോകാനുള്ളതാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് മൻകാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഏതൊരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാകുമോ അവൻ അല്ലാഹു കൊടുക്കുന്നത് സ്വർഗ്ഗമാണ്. ഈ ലോകത്ത് കോടിക്കണക്കിന് വാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സംസാരിച്ച മനുഷ്യൻ, ലക്ഷക്കണക്കിന് പദങ്ങൾ ഉപയോഗിച്ച മനുഷ്യൻ, ഒരുപാട് സംസാരിച്ച മനുഷ്യൻ, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച മനുഷ്യൻ, രാഷ്ട്രീയത്തിൽ ഇടപെട്ട മനുഷ്യൻ, അതുപോലെ സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ട മനുഷ്യൻ, ഈ രൂപത്തിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇടപെട്ടിട്ട് അവസാനം ശ്വാസം നിർത്തിവെച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ അവസാനമായി പറയാൻ ബാക്കി വെക്കേണ്ട ഒരു വാചകമുണ്ട്, ആ വാചകം റസൂല് പറഞ്ഞത് മൻകാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായിരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമായിരിക്കണം. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, മരണാസന്നനായ ഒരു മനുഷ്യന്റെ സമീപത്ത് നീ ചെന്നിരുന്നാൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് എന്ത് പറയാനാണ്? എന്ത് പറഞ്ഞവനെ ആശ്വസിപ്പിക്കാനാണ്? അവനോട് പറയാൻ എന്ത് വാചകമാണ് ലോകത്തുള്ളത്, ഏത് വാചകമാണ് ലോകത്തുള്ളത്? എന്നാൽ ഹബീബ് പറയുന്നു, ഒരു വാചകം അവന് വേണ്ടി നീ പറഞ്ഞു കൊടുക്കണം. ലഖ്നൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണാസന്നനായ മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറഞ്ഞു കൊടുക്കണേ. കാരണം അവസാനം അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കൽ വല്ലാത്ത സൗഭാഗ്യമാണ്, അത് പറഞ്ഞുകൊണ്ട് മരിക്കൽ വല്ലാത്ത സൗഭാഗ്യമാണ്. അതുവഴി സ്വർഗത്തിലേക്കാണ് മനുഷ്യർ എത്തിച്ചേരുന്നത്. ഒരു മനുഷ്യന് സ്വർഗം നേടിക്കൊടുക്കുന്ന ഒരു ആദർശം ലോകത്തുണ്ടെങ്കിൽ അത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ വിശാലവും ഉന്നതവുമാണ്. ഇത് അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന ആളുകളുണ്ടായി. പക്ഷേ അവർക്കറിയുമായിരുന്നില്ല എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അവർക്കറിയുമായിരുന്നില്ല ഈ ആദർശത്തിന്റെ പൊരുൾ എന്താണെന്ന്, എന്താണ് അവർ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതെന്ന് അവർക്കറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞ ജനത അതിനെതിരായ ജീവിതം നയിക്കുന്നത് ശൈഖ് ജീലാനി കാണുകയാണ്. തന്റെ 41-ാമത്തെ വയസ്സിൽ പ്രബോധനം അദ്ദേഹം ആരംഭിക്കുമ്പോ, തന്റെ സമൂഹത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ആളുകളെ അദ്ദേഹം കണ്ടപ്പോ അത് ഖൽബിലേക്ക് ഇറങ്ങാതെ കേവലം ഒരു വാചകമായി മാത്രം പറയുന്ന ആളുകളെ കണ്ടപ്പോ ശൈഖ് ജീലാനി അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ മകൻ ക്രോഡീകരിച്ചതാണ്. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ നേർക്കുനേരെയുള്ള മകൻ മഹാനായ ആയിഷ രേഖപ്പെടുത്തുകയാണ്, ആയിഷ ക്രോഡീകരിക്കുകയാണ് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പ്രസംഗങ്ങളെ. ആ പ്രസംഗങ്ങളെ ക്രോഡീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ വളരെ വ്യക്തമായി തന്റെ ജനതയോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞിട്ട് അതിനെ പ്രവർത്തിക്കുന്നവരോട് ശൈഖ് ചോദിക്കുകയാണ്, യാ ഗുലാം, ഓ ജനങ്ങളെ, ഓ ആളുകളെ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു? ലോകത്ത് അമ്പിയാക്കൾ പറഞ്ഞ വാചകമല്ലേ അത്? ഔലിയാക്കൾ പറഞ്ഞ വാചകമല്ലേ അത്? സ്വാലിഹീങ്ങൾ പറഞ്ഞ വാചകമല്ലേ അത്? പക്ഷേ നിനക്കെങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ നാവ് കൊണ്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നല്ലോ, നിനക്കെങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? കാരണം വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ നാവിലല്ലാതെ നിന്റെ ഖൽബിലുണ്ടോ? ആ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? ഇല്ലല്ലോ. ഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്രയോ ഇലാഹുകളാണ്, എത്രയോ ദൈവങ്ങളാണ്. നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും നിന്റെ ഖൽബിൽ എത്ര കള്ള ദൈവങ്ങളാണ്.
സ്വാഭാവികമായും ഞാനും നിങ്ങളും സംശയിച്ചു പോകും, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന്റെ ഖൽബിൽ മറ്റൊരു കള്ള ദൈവമോ? അതേ ശൈഖ് ജീലാനി തന്നെ വിശദീകരിക്കുന്നു, കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതതിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒന്നിന് നീ ഇഅ്തിമാദ് ചെയ്യുന്നുവെങ്കിൽ, നീ അവലംബമായി സ്വീകരിക്കുന്നുവെങ്കിൽ ഫഹുവ സനമുക, അത് നിന്റെ വിഗ്രഹമാണ്. നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ടാകുമ്പോ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം നീ നേരിടേണ്ടി വരുമ്പോ, നീ ആദർശം വിട്ടുകൊണ്ട്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടുകൊണ്ട് മറ്റു ശക്തികളെ നീ അവലംബിച്ചു പോകുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും ശക്തിയെ നീ അവലംബിക്കുന്നുവെങ്കിൽ ഫഹുവ സനമുക, അത് നിന്റെ മനസ്സിലെ വിഗ്രഹമാണ്, അത് നിന്റെ ഖൽബിലെ വിഗ്രഹമാണ്. അതുകൊണ്ട് ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്, ഒരിക്കലും നിന്റെ നാവ് കൊണ്ട് നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്ക് ഉപകരിക്കൂല. മഅ ശിർക്കിൽ ഖൽബി, ഹൃദയത്തിൽ നിറയെ ശിർക്ക് വെച്ചിട്ട് നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ലാ യൻഫഉ, മോനെ ഒരിക്കലും നിനക്കത് ഉപകരിക്കൂല. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കണം. കാരണം നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ ഖൽബിലില്ലാതെ പോയവർ. വളരെ ചിന്തിക്കണം. മുഹീദ്ദീൻ ശൈഖിന്റെ ഈ ഗ്രന്ഥം ഫത്ഹുർ റബ്ബാനി എന്ന അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ്. ആ പ്രസംഗങ്ങൾ ക്രോഡീകരിച്ച ഈ ഗ്രന്ഥം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾ വായിച്ചു നോക്കിയാൽ മുഹീദ്ദീൻ ശൈഖ് ചോദിക്കുന്ന ഏക ചോദ്യം, നിന്റെ നാവിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഖൽബിലുണ്ടോ എന്നാണ്. നിന്റെ നാവിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഹൃദയത്തിലുണ്ടോ എന്നാണ്. നിന്റെ താരാട്ടിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഖൽബിലുണ്ടോ എന്നാണ്. നിന്റെ ബാങ്കിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ്. നീ നാവ് കൊണ്ട് 1000 വട്ടം ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഖൽബ് കൊണ്ട് ഒരു വട്ടം നീ ചൊല്ലിയിട്ടുണ്ടോ എന്നാണ്. ഒറ്റവട്ടം നിന്റെ ഖൽബ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ എന്നാണ്. വല്ലാത്തൊരു ചോദ്യമാണ് ശൈഖ് ജീലാനിയുടെ ചോദ്യം. എല്ലാ വിഷയത്തിലും ഇത് ബാധകമാണ്. സുജൂദ് ചെയ്തു, നാം സുജൂദ് ചെയ്തു. എങ്ങനെ? ശരീരം കൊണ്ട്, ഹൃദയം കൊണ്ട് സുജൂദ് ചെയ്തു. ശരീരം സുജൂദ് ചെയ്തു എന്നല്ലാതെ ഹൃദയം സുജൂദ് ചെയ്തോ? മഗ്രിബ് നമസ്കാരത്തിൽ റുക്കൂ ചെയ്തു, നാം ശരീരം റുക്കൂ ചെയ്തു എന്നല്ലാതെ ഖൽബ് റുക്കൂ ചെയ്തോ? അതുപോലെ തന്നെ നാം ഇഅ്തിദാലിൽ നിന്നു, അത്തഹിയാത്തിൽ ഇരുന്നു, ശരീരം ഇരുന്നു എന്നല്ലാതെ നിന്റെ ഖൽബ് അത്തഹിയാത്തിൽ ഇരുന്നോ, റുക്കൂയിൽ ഇരുന്നോ, സുജൂദ് ചെയ്തോ? ഖൽബ് ഉണ്ടായിരുന്നോ അവിടെ? ഹൃദയം ഉണ്ടായിരുന്നോ അവിടെ? അതുകൊണ്ട് തന്നെ ശൈഖ് ജീലാനി തന്റെ ഗ്രന്ഥത്തിന്റെ 104-ാം പേജിൽ, ഫത്ഹുർ റബ്ബാനിയുടെ 104-ാം പേജിൽ വിശദീകരിക്കുകയാണ്, മോനെ ഖദിഹ്താല അലൈക ശൈത്വാൻ, ശൈത്താൻ നിന്നെ കൊണ്ട് കളിക്കുകയാണ്. വസയ്യന ലക്കൽ കദിബ വൽ അഅമാലൽ ഖബീഹ, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുണ്ടല്ലോ, നിന്റെ മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അത് പിശാച് നിനക്ക് ഭംഗിയാക്കി കാണിച്ചു തരുകയാണ്. ഇത് അനസിന്റെ വാചകം വായിക്കുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ എവിടെയെങ്കിലും പ്രസംഗിച്ചൊരു പ്രസംഗത്തിന്റെ കോട്ടിംഗ് അല്ല. ശൈഖ് ജീലാനി, മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, മോനെ ഖദിഹ്താല അലൈക ശൈത്വാനു, ശൈത്താൻ നിന്നെ കൊണ്ട് കളിക്കുകയാണ് മോനെ. വസയ്യന ലക്കുമുൽ കദിബ, നീ പറയുന്ന കളവ്, ആ കളവിനെ അലങ്കാരമായി കാണിച്ചു തരികയാണ് മോനെ. വൽ അഅമാലൽ ഖബീഹ, നീ ചെയ്യുന്ന തോന്നിവാസങ്ങളെ പിശാച് നിനക്ക് അലങ്കാരമായി കാണിച്ചു തരികയാണ്. തക്ദിബു, നീ കള്ളം പറയുന്നവനാണ്, നീ കള്ളനാണ്. ആരോടാ ശൈഖ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവരോട്, നമസ്കരിക്കുന്നവരോട്. അതേ ശൈഖ് ജീലാനി പറയുന്നു, തക്ദിബു, മോനെ നീ കളവ് പറയുന്നു, നീ കള്ളനാണ്. എത്രത്തോളം? ഹത്താ തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക, നിന്റെ നമസ്കാരത്തിൽ പോലും നീ കള്ളം പറയുന്നവനാണ്, നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുന്നവനാണ്. എന്താണ് ശൈഖ് ജീലാനി പറയുന്നത്? ഞാൻ നമസ്കാരത്തിൽ കളവ് പറഞ്ഞെന്നോ? നിങ്ങൾ നമസ്കാരത്തിൽ കളവ് പറഞ്ഞെന്നോ? നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. നമ്മൾ നമസ്കാരത്തിൽ കളവ് പറഞ്ഞെന്നോ? ശൈഖ് ജീലാനി പറയുന്നു, അതെ. തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക, നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുകയാണ്. കാരണം ലിഅന്നക തഖൂലു, ആ നമസ്കാരത്തിൽ ആദ്യം തന്നെ നീ പറഞ്ഞത് എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ്. എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? എല്ലാത്തിനും മീതെ എനിക്ക് എന്റെ റബ്ബാണെന്നാണ്. എന്റെ കച്ചവടത്തിന് മീതെ എനിക്ക് എന്റെ റബ്ബാണെന്നാണ്. എന്റെ കുടുംബത്തിന് മീതെ എന്റെ റബ്ബാണെന്നാണ്. എന്റെ ജീവനേക്കാൾ വലുത് എനിക്ക് എന്റെ റബ്ബാണെന്നാണ്. ഭൗതിക ലോകത്ത് എനിക്കുള്ളതിനേക്കാൾ എല്ലാം വലുത് എനിക്ക് എന്റെ റബ്ബാണെന്നാണെങ്കിൽ
മോനെ ആദ്യം നീ പറഞ്ഞ വാചകം അല്ലാഹു അക്ബർ എന്നല്ലേ? നമസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് നീ പറഞ്ഞുവെങ്കിൽ വതക്ദിബു ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറഹു, ആ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് നീ നാവ് കൊണ്ട് പറയുമ്പോ നിന്റെ കൽബാകട്ടെ മറ്റിലാഹുകളെ തേടുകയായിരുന്നു, മറ്റിലാഹുകളെ അന്വേഷിക്കുകയായിരുന്നു, മറ്റിലാഹുകളെ അവലംബിക്കുകയായിരുന്നു. നാവ് കൊണ്ട് നീ അല്ലാഹു അക്ബർ എന്ന് കള്ളം പറഞ്ഞിട്ട് കൽബ് കൊണ്ട് നീ മറ്റിലാഹുകളെ തേടുകയായിരുന്നല്ലോ മോനെ. കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക, ഒരു വേള നിന്റെ കൽബ് ചോദിക്കുന്നുവോ അല്ല ഞാൻ വേറെ ഏത് ഇലാഹിനെയാണ് തേടിയത്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഏത് ഇലാഹിനെയാണ്, വേറെ ഏത് ആരാധനയാണ് ഞാൻ തേടിയതെന്ന് തോന്നുന്നുവോ, കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക, നിന്റെ ജീവിതത്തിൽ അല്ലാത്തൊരു ശക്തിയെ നീ അവലംബിച്ചാൽ ഫഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹാണ് മോനെ. നിന്റെ കൽബ് വേറൊന്നിനെയാണോ തേടിയത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ റബ്ബിന് പുറമെ ഏതെങ്കിലും ഒന്നിനെയാണോ നീ തേടിയത്? ഫഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹാണ് മോനെ. കുല്ലു ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക, നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷയർപ്പിക്കുകയും നീ ഭയപ്പെടുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ടോ? ഫഹുവ ഇലാഹുക, അതും നിന്റെ ഇലാഹാണ് മോനെ. നീ റജാ സമർപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, നീ പ്രതീക്ഷയർപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, നീ ഭയപ്പെടുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ പ്രതീക്ഷയർപ്പിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഫഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹാണ്, നിന്റെ ആരാധ്യനാണ്. നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കള്ളം പറഞ്ഞിട്ട് അല്ലാഹയല്ലാത്തവരെ നീ ഭയപ്പെടുകയാണ്, അല്ലാഹയല്ലാത്തവരിൽ നിന്ന് നീ പ്രതീക്ഷിക്കുകയാണ്, അല്ലാഹയല്ലാത്തവരെ നീ അവലംബിക്കുകയാണ്. ഖൽബുക ലാ യുവാഫിഖു ലിസാനക, നിന്റെ നാവിനോട് നിന്റെ കൽബ് യോജിക്കുന്നില്ല, നിന്റെ നാവ് പറയുന്നതിനോട് നിന്റെ കൽബ് യോജിക്കുന്നില്ല. കൽബ് ഒരിടത്താണ്, നാവ് വേറൊരിടത്താണ്. നാവ് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, പക്ഷേ കൽബിലതുണ്ടോ, ഹൃദയത്തിലതുണ്ടോ? അതുകൊണ്ട് മോനെ ഖൽബുക ലാ യുവാഫിഖു ലിസാനക, നിന്റെ ഹൃദയം നിന്റെ നാവിനോട് യോജിക്കുന്നില്ല മോനെ. ഫിഅലുക ലാ യുവാഫിഖു ഖൗലക, നിന്റെ പ്രവർത്തനം നിന്റെ വാക്കിനോട് യോജിക്കുന്നില്ല മോനെ. അല്ലാഹു അക്ബർ എന്ന് നീ പറയുന്നു, പക്ഷേ പ്രവർത്തനത്തിൽ അത് യോജിക്കുന്നില്ല. അല്ലാഹു അക്ബർ എന്ന് നീ ചൊല്ലുന്നു, നിന്റെ കൽബിൽ ആ വിശ്വാസമില്ല. അതുകൊണ്ട് ഖുൽ അല്ലാഹു അക്ബർ, ഖുൽ അല്ലാഹു അക്ബർ അൽഫ മറത്തിൻ ബിഖൽബിക. ശൈഖ് ജീലാനി തന്റെ അനുയായികളോട് പറയുകയാണ്, ഖുൽ നീ പറയണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറമോനെ. ബിഖൽബിക, നിന്റെ ഹൃദയം കൊണ്ട് പറമോനെ. അൽഫ മറ, 1000 വട്ടം, 1000 വട്ടം നിന്റെ കൽബ് കൊണ്ട് പറ അല്ലാഹു അക്ബർ. വമറത്തം ബിലിസാനിക, ഒരു പ്രാവശ്യം നിന്റെ തൊള്ള കൊണ്ട് പറ. നാവ് കൊണ്ട് ഒരു തവണ പറ അല്ലാഹു അക്ബർ, കൽബ് കൊണ്ട് 1000 തവണ പറ അല്ലാഹു അക്ബർ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് പറയുമ്പോ ഒന്ന് പറഞ്ഞു നോക്കണം ആ വാചകം. ഈ ശബ്ദം കേൾക്കുമ്പോൾ പറഞ്ഞു നോക്കണം ആ വാചകം. നാവ് കൊണ്ടല്ല, കൽബ് കൊണ്ടൊന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നാവ് കൊണ്ടുള്ള വാക്കല്ലത്, എന്റെ കൽബ് കൊണ്ട് ഞാൻ പറയുന്ന വാചകം. അങ്ങനെ നാവ് കൊണ്ട് ഇത്രയും കാലം പറഞ്ഞത് നിന്റെ കൽബ് കൊണ്ടൊന്ന് നീ പറഞ്ഞു നോക്കുമോനെ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, മാ തസ്തഹി, നിനക്ക് നാണമില്ലടാ? ചോദിക്കുകയാണ്, മാ തസ്തഹി, നിനക്ക് നാണമില്ല? അന്തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് പറയാൻ നിനക്ക് നാണമില്ല മോനെ. കാരണം വലക അൽഫു മഅബൂദിൻ ഗൈറഹു, നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും നിന്റെ കൽബിൽ 1000 മഅബൂദുകളാണ്, 1000 ആരാധ്യന്മാരാണ്. അങ്ങനെ കൽബിൽ 1000 ഇലാഹുകളെ കയറ്റി വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാമോനെ, നിനക്ക് നാണമില്ലേ? മാ തസ്തഹി അന്തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാണമില്ലേ? വലകു അൽഫു മഅബൂദിൻ ഗൈറഹു, നിന്റെ കൽബിൽ 1000 കള്ളദൈവങ്ങളാണല്ലോ, 1000 ആരാധ്യന്മാരാണല്ലോ. അതുകൊണ്ട് തുബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ജമീഇ മാ അൻത ഫീ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ഈ സംസാരം നിർവഹിക്കുമ്പോ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ശൈഖ് ജീലാനി പറഞ്ഞ വാചകമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഫുതുഹുർ റബ്ബാനിയുടെ 104-ാമത്തെ പേജിൽ പറഞ്ഞ വാചകമുണ്ടല്ലോ. ഒന്നുകൂടി ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കും എനിക്കും വേണ്ടി ആവർത്തിക്കുകയാണ്. മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാണമില്ലടാ. കാരണം നിന്റെ കൽബിൽ 1000 കള്ളദൈവങ്ങളെ കുടിയിരുത്തിയിട്ട് അല്ലാഹുവിന് പുറമെ 1000 മഅബൂദുകളെ നിന്റെ ഹൃദയത്തിൽ കയറ്റി വെച്ചിട്ട് നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുവെങ്കിൽ മാറിക്കോ. തുബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ജമീഇ മാ അൻത ഫീ. ഈ സെക്കൻഡ് വരെ നീ ഏതൊന്നിലായിരുന്നോ?
അതിൽ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്തോ. ഇതുവരെ നിന്റെ നാവിലായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതുവരെ നിന്റെ നാവിലായിരുന്നു അല്ലാഹു അക്ബർ, നിന്റെ ഖൽബിൽ അതുണ്ടായിരുന്നില്ല എങ്കിൽ, നിന്റെ ഖൽബ് കൊണ്ടത് നീ ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മോനെ തുബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചോ.